ഹായ് എവരി വൺ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. MSc ബോട്ടണി ആൻഡ് സുവോളജി കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണ് കേരള PSC വിളിച്ചിട്ടുള്ള സയന്റിഫിക് ഓഫീസർ ബയോളജി എന്ന പോസ്റ്റ്. ഇത് നല്ലൊരു പോസ്റ്റാണ്, ഗസറ്റഡ് തസ്തികയാണ്, കേരള പോലീസിന് കീഴിലാണ് ഇത് വരുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ സുവോളജി പാർട്ടിന്റെ സിലബസ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. സിലബസിൽ രണ്ട് പാർട്സ് വരുന്നുണ്ട്, സുവോളജി ആൻഡ് ബോട്ടണി. രണ്ടും കൂടി ഒരൊറ്റ എക്സാം ആണ്. പക്ഷെ സിലബസ് വളരെ വലുതാണെന്നൊന്നും വിചാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ബിക്കോസ് ബോട്ടണി ആൻഡ് സുവോളജിയിൽ കോമൺ ആയിട്ട് കുറെ ടോപ്പിക്സ് വരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ സുവോളജി പാർട്ടിന്റെ വീഡിയോ അനാലിസിസ് ആണ് ചെയ്യുന്നത്. സോ ടോസ് അക്കാഡമിയിൽ ഓൾറെഡി സയന്റിഫിക് ഓഫീസർ ബയോളജിയുടെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സുവോളജി സിലബസിൽ ടോട്ടൽ 10 മൊഡ്യൂൾസ് വരുന്നുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ സിസ്റ്റമാറ്റിക്സ്, ആനിമൽ ഡൈവേഴ്സിറ്റി, എത്തോളജി, എവല്യൂഷൻ ആൻഡ് സൂജിയോഗ്രഫി. മൊഡ്യൂൾ 2 റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിറ്റിക്സ്. മൊഡ്യൂൾ 3 ബയോഫിസിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. മൊഡ്യൂൾ 4 ബയോകെമിസ്ട്രി, ഫിസിയോളജി ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. മൊഡ്യൂൾ 5 സെൽ ബയോളജി, മോളിക്കുലർ ബയോളജി ആൻഡ് ബയോഇൻഫർമാറ്റിക്സ്. മൊഡ്യൂൾ 6 ഡെവലപ്മെന്റൽ ബയോളജി ആൻഡ് ജെനറ്റിക്സ്. മൊഡ്യൂൾ 7 എക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. Module 8 Microbiology and Biotechnology. Module 9 Economic Zoology, Entomology, Fisheries, Wildlife Ecology and Human Genetics. Module 10 Recent Development in Zoology. സയന്റിഫിക് ഓഫീസർ ബയോളജി സുവോളജി പാർട്ടിന്റെ സിലബസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സിലബസ് 2020 നടന്ന സയന്റിഫിക് ഓഫീസർ ബയോളജിയുടെ സിലബസ് ആണ്. ഇപ്പൊ 2024 വീണ്ടും PSC ഈ ഒരു എക്സാം വിളിച്ചിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 31. ഇതുവരെ PSC അതിന്റെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. എക്സാമിന് മുന്നോടിയായിട്ടായിരിക്കും സിലബസ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ചേഞ്ചസ് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇനി അഥവാ ചേഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യത്യാസം വരാൻ യാതൊരു സാധ്യതയുമില്ല. ഈ ഒരു സിലബസിൽ ആദ്യത്തെ മൊഡ്യൂളിൽ വരുന്നത് സിസ്റ്റമാറ്റിക്സ്, ആനിമൽ ഡൈവേഴ്സിറ്റി, എത്തോളജി, എവല്യൂഷൻ ആൻഡ് സൂജിയോഗ്രഫി ആണ്. സിസ്റ്റമാറ്റിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ദെൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, സ്പീഷ്യസ് കോൺസെപ്റ്റ്, ടാക്സോണമിക് പ്രൊസീജിയർ ആൻഡ് ടൂൾസ്. അതില് കളക്ഷൻ, പ്രിസർവേഷൻ, ക്യൂറേറ്റിംഗ്, ഐഡന്റിഫിക്കേഷൻ, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് നോക്കുക. അത് മാത്രമല്ല ടൂൾസും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ടാക്സോണമിക് കീസ്, ICZN, മോഡേൺ ടാക്സോണമിക് ട്രെൻഡ്സ്. അപ്പൊ അതിൽ വരുന്നതാണ് കീമോടാക്സോണമി, സൈറ്റോടാക്സോണമി, മോളിക്കുലർ ടാക്സോണമി, ക്ലാഡിസ്റ്റിക്സ്, ന്യൂമറിക്കൽ ടാക്സോണമി ആൻഡ് ബാർകോഡിംഗ് ടെക്നിക്സ്. ആനിമൽ ഡൈവേഴ്സിറ്റി. ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ നോൺ കോഡൈറ്റ ആൻഡ് കോഡൈറ്റ പോർഷൻസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുള്ളത്. ആദ്യമേ തന്നെ ലോവർ മെറ്റാസോവൻസ് ആണ്. പോറിഫറ ഉണ്ട്, നിഡേറിയ, സ്റ്റീനോഫോറ, മൊളസ്ക, അനലിഡ്, ആർത്രോപോഡ്, എക്കൈനോഡേംസ്. ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സും കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ദെൻ ഹെമി കോഡേറ്റ്സ് വരുന്നുണ്ട്, കോർഡേറ്റ്സ്, സെഫാലോകോഡൈറ്റ, യൂറോകോഡൈറ്റ, ദെൻ വെർട്ടിബ്രേറ്റ്. ഇതില് ഫിഷസിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അഡാപ്റ്റേഷൻസ് നമുക്കൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് ടെറസ്ട്രിയൽ വെർട്ടിബ്രേറ്റ്സ് ആണ്. ആംഫീബിയൻസ് വരുന്നുണ്ട്, റെപ്റ്റൈൽസ്, ദെൻ ബേർഡ്സ് ആൻഡ് മാമൽസ്. ഇതിൽ തന്നെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ മോഡിഫിക്കേഷൻ ഫോർ ഏരിയൻ ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേർഡ്സിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ മോഡിഫിക്കേഷൻസ് ഫോർ ഏരിയൻ ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ക്ലാസ് മമേലിയ, അതിൽ തന്നെ പ്രോട്ടോത്തീരിയ, മെറ്റാത്തീരിയ, യൂത്തേരിയ, ദെൻ അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ മാമൽസ്. ഇനി അടുത്ത ടോപ്പിക് വരുന്നത് സയന്റിഫിക് നെയിംസ് ആൻഡ് കോമൺ നെയിംസ് ഓഫ് ഓർഗാനിസം അണ്ടർ ഓൾ ഫൈലംസ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സയന്റിഫിക് നെയിംസ് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഫൈനലി ഓർഗാനിസംസ് വിത്ത് സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അതും കൂടി നോക്കുക. നമുക്കതൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. എത്തോളജി. എത്തോളജിയിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ്. like short and long term memory, habituation, classical conditioning, instrumental conditioning,
latent learning, trial and error learning, instant learning, imprinting. അടുത്ത ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിഹേവിയർ ആണ്. അവിടെ സെൻസറി മെക്കാനിസംസും പഠിക്കാനുണ്ട്. ഹണി ബീസിന്റെ ഡാൻസ് ലാംഗ്വേജ്, ഫിറോമോൺസ്. ദ നെക്സ്റ്റ് ടോപ്പിക് മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ ഇൻ ഫിഷസ് ആൻഡ് ബേർഡ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബയോളജിക്കൽ റിതംസ് ലൈക്ക് സിർക്കാഡിയം റിതം, ടൈഡൽ റിതം, ദെൻ സോഷ്യൽ ബിഹേവിയർ ഇൻ ആനിമൽസ്, പ്രധാനമായിട്ടും അഗ്രിഗേഷൻ, ആൾട്രൂയിസം, ഇൻക്ലൂസീവ് ഫിറ്റ്നസ്, അങ്ങനെയുള്ള ടോപ്പിക്സ്. ദെൻ ഫൈനലി അഡാപ്റ്റേഷൻ ടു സ്ട്രെസ്, അതും എത്തോളജിയിലും വരുന്ന ഒരു ടോപ്പിക്കാണ്. എവല്യൂഷൻ. എവല്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് ആണ് ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രീ ഡാർവീനിയൻ വരുന്നുണ്ട്, അതിൽ വരുന്നതാണ് ലാമാർക്സ്, ദെൻ ഡാർവിൻ തിയറി, അതേപോലെ തന്നെ പോസ്റ്റ് ഡാർവീനിയനും പഠിക്കാനുണ്ട്. ദ നെക്സ്റ്റ് ടോപ്പിക് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലൈഫ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസ്, അതിൽ ഒപ്പാരിൻ ആൻഡ് ഹാൾഡൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ യൂറി മില്ലർ എക്സ്പെരിമെന്റ്സ് വരുന്നുണ്ട്. എവല്യൂഷൻ ഓഫ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണത്. ദെൻ ജിയോളജിക്കൽ ടൈം സ്കെയിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിയോളജിക്കൽ ടൈം സ്കെയിൽ, അതിന്റെ മേജർ ആയിട്ടുള്ള ഇവന്റ്സ് പഠിക്കാനുണ്ട്. പോപ്പുലേഷൻ ജെനറ്റിക്സിൽ വരുന്നതാണ് ഹാർഡി വെയിൻബർഗ് ലോ, ജെനറ്റിക് ഡ്രിഫ്റ്റ്, ദെൻ ഫൗണ്ടർ എഫക്ട്, സ്പീസിയേഷൻ പഠിക്കാനുണ്ട്. മൈക്രോ, മാക്രോ, മെഗാ എവല്യൂഷൻ ആൻഡ് കോ എവല്യൂഷൻ. അടുത്തതാണ് ഗ്രാജുവലിസം ആൻഡ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം, അനാജനസിസ്, ക്ലാഡോജനസിസ്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫൈനലി ഹ്യൂമൻ എവല്യൂഷൻ, അതിൽ പ്രൈമേറ്റ് എവല്യൂഷൻ ആൻഡ് ഹ്യൂമൻ ഒറിജിൻ, അതാണ് ഫൈനലി നമുക്ക് എവല്യൂഷനിൽ വരുന്നൊരു ടോപ്പിക്. എവല്യൂഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിലുള്ള ലാസ്റ്റ് ചാപ്റ്റർ ആണ് സൂജിയോഗ്രഫി. സൂജിയോഗ്രഫി സിലബസിൽ തന്നിരിക്കുന്നത് ബയോജിയോഗ്രഫിക്കൽ സോൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യ മാത്രമാണ് തന്നിരിക്കുന്നത്, പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ വേൾഡിന്റെ സൂജിയോഗ്രഫി പഠിച്ചു വെക്കുന്നതും അത്യാവശ്യമായിരിക്കും. അതും നമുക്ക് MCQs പ്രതീക്ഷിക്കാം. സെക്കൻഡ് മൊഡ്യൂൾ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ വരുന്ന രണ്ട് ടോപ്പിക്സ്. റിസർച്ച് മെത്തഡോളജിയിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ലൈക്ക് നോളജ് എന്താണ്, ഇൻഫർമേഷൻ എന്താണ്, ഡേറ്റ എന്താണ്. ദെൻ ലൈഫ് സയൻസിന്റെ ഡെഫിനിഷൻ, ലോസ്, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ്, സയന്റിഫിക് ടെമ്പർ, എംപെരിസം, റാഷണലിസം, ദെൻ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, ദെൻ ടൈപ്പ് ഓഫ് റിസർച്ച്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ, അപ്ലൈഡ്, ഫണ്ടമെന്റൽ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, കോൺസെപ്ച്വൽ, എംപെരിക്കൽ. ദെൻ അടുത്ത ടോപ്പിക് ആണ് റിസർച്ച് പ്രോസസ്. ദെൻ ഹൈപ്പോത്തീസസ് വരുന്നുണ്ട്, അതിൽ നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസസ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസസ്, ദെൻ റിസർച്ച് ഡിസൈൻ വരുന്നുണ്ട്, ദെൻ ഡെവലപ്മെന്റ് ഓഫ് എ റിസർച്ച് പ്ലാൻ. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഡാറ്റ കളക്ഷൻ ടെക്നിക്സ് ആണ്. ദെൻ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ലൈക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്. നെക്സ്റ്റ് ടോപ്പിക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, IPR. അതിൽ വരുന്നത് കോപ്പിറൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ നമുക്ക് ലാബ് പ്രോട്ടോകോൾസ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ലാബിൽ യൂസ് ചെയ്യുന്ന ആനിമൽസ്, ദെൻ അവരുടെ കെയർ ആൻഡ് വെൽഫെയർ, ദെൻ എന്തെങ്കിലും റേഡിയേഷൻ ഹസാർഡ്സ് അതുണ്ടെങ്കിൽ, ദെൻ എക്സ്റ്റൻഷൻ, ലാബ് ടു ഫീൽഡ്, എക്സ്റ്റൻഷൻ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് റിസർച്ച് മെത്തഡോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പഠിക്കാനുള്ളത് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ്. ദെൻ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ വരുന്നുണ്ട്, ലൈക്ക് ഗ്രാഫ്, ചാർട്ട്, ഡയഗ്രാം, ഫ്ലോ ചാർട്ട്, അങ്ങനെയുള്ള ടോപ്പിക്സ്. മീൻ മീഡിയൻ മോഡ് വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് പ്രോബ്ലം ആയിട്ടൊക്കെ വരുന്ന ടോപ്പിക്സ് ആണ്. പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നൊക്കെ വരുന്നത്. മീൻ മീഡിയൻ മോഡ്, റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, റിഗ്രഷൻ, ബൈനോമിയൽ, പോയിസൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, chi-square ടെസ്റ്റ്, t-test, f-test, and finally ANOVA. മൊഡ്യൂൾ 3 വരുന്ന ടോപ്പിക് ബയോഫിസിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. ബയോഫിസിക്സിൽ ആദ്യം വരുന്ന ടോപ്പിക് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ് ആണ്. ഓർക്കുക, ചില ടോപ്പിക്സ് ഒക്കെ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട്.
ലൈക്ക് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ് എല്ലാം സെൽ ബയോളജിയിൽ നമുക്ക് വീണ്ടും പഠിക്കാനുള്ളതാണ്. ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ട്, ലൈക്ക് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്, സ്റ്റോക്സ് ഐൻസ്റ്റീൻ ഇക്വേഷൻ, ഗ്രഹാംസ് ലോ, ഗിബ്സ് ഡോണൻ ഇക്വിലിബ്രിയം, അതേപോലെ തന്നെ വാൻ ഹോഫ്സ് ലോ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇവരുടെ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഓസ്മോസിസിന്റെ ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് പഠിക്കാനുണ്ട്. അടുത്ത ടോപ്പിക് റേഡിയേഷൻ ബയോഫിസിക്സ് ആണ്. അതിൽ അയണൈസിങ് റേഡിയേഷൻ, അതിന്റെ യൂണിറ്റ്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ റേഡിയോ ഐസോട്ടോപ്സ് ഇതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. റേഡിയോ ഐസോട്ടോപ്പ്, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് തെറാപ്പി, ഇതെല്ലാം റേഡിയേഷൻ ബയോഫിസിക്സിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഇൻസ്ട്രുമെന്റേഷൻ. ഇൻസ്ട്രുമെന്റേഷനിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് മൈക്രോസ്കോപ്പിയാണ്. ഇതെല്ലാം പഠിക്കുമ്പോൾ ഇവരുടെ ബേസിക് പ്രിൻസിപ്പൽ ആസ് വെൽ ആസ് ഡിഫറെന്റ് ടൈപ്സ് എല്ലാം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. മൈക്രോസ്കോപ്പിൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് മുതൽ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ടെം ആൻഡ് സെം, ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ്, ഇതെല്ലാം മൈക്രോസ്കോപ്പിൽ പഠിക്കാനുള്ളതാണ്. സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയുണ്ട്. എല്ലാ മൈന്യൂട്ട് ഇൻഫർമേഷനും സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാ ടോപ്പിക്സും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ ക്രൊമാറ്റോഗ്രഫിയാണ് അടുത്ത ടോപ്പിക്. ക്രൊമാറ്റോഗ്രഫിയിൽ പേപ്പർ ക്രൊമാറ്റോഗ്രഫി മുതൽ HPLC വരെയുള്ള ക്രൊമാറ്റോഗ്രഫി പഠിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസിൽ പേപ്പർ ഇലക്ട്രോഫോറസിസ്, ജെൽ ഇലക്ട്രോഫോറസിസ് ആൻഡ് ഫൈനലി പേജ് SDS ആൻഡ് നോൺ SDS പേജ് പഠിക്കണം. അടുത്തത് കളറിമെട്രി ആണ്. കളറിമെട്രി, സ്പെക്ട്രോഫോട്ടോമെട്രി ആൻഡ് സ്പെക്ട്രോസ്കോപ്പി, മൂന്നെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. Then centrifugation, the basic principle and different types of sedimentation. Then dosimetry, അതിൽ ionization chamber, GM counter, solid and liquid scintillation counter. Then autoradiography, nanotechnology വരുന്നുണ്ട്. RIA, that is radio immunoassay, ELISA, pH meter. Then electrophysiological method like ECG, EEG, PET, MRI, CAT തുടങ്ങിയ മെത്തേഡ്സ് പഠിക്കണം. ആൻഡ് ഫൈനലി ഇൻസ്ട്രുമെന്റേഷനിൽ പഠിക്കാനുള്ളത് ബയോളജിക്കൽ ആൻഡ് ഹിസ്റ്റോളജിക്കൽ ടെക്നിക്സ് ആണ്. അതായത് നമ്മൾ സ്ലൈഡ് പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഒക്കെയാണ് അതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ലൈക്ക് ഫിക്സേഷൻ, പ്രിപ്പറേഷൻ ഓഫ് ടെമ്പററി ആൻഡ് പെർമനന്റ് സ്ലൈഡ്, വാൾ മൗണ്ട്, സ്മിയർ പ്രിപ്പറേഷൻ, സ്ക്വാഷ് പ്രിപ്പറേഷൻ, സെക്ഷൻ പ്രിപ്പറേഷൻ, ഇതെല്ലാമാണ് ഇവിടെ പഠിക്കേണ്ടത്. അത് മാത്രമല്ല ഇപ്പൊ ടെം ആൻഡ് സെം അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സ്ലൈഡ് പ്രിപ്പറേഷൻ നടത്തേണ്ടത്, അതേപോലെ മൈക്രോടോം ടെക്നിക്സും ഇതില് മൈക്രോടോം ടെക്നിക്സിന്റെ സ്ലൈഡ് പ്രിപ്പറേഷന്റെ എല്ലാം ഡിഫറെന്റ് സ്റ്റെപ്സും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഫൈനലി സൈറ്റോകെമിസ്ട്രി ഓഫ് ന്യൂക്ലിക് ആസിഡ്, ഡിറ്റക്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. മൊഡ്യൂൾ 4 ബയോകെമിസ്ട്രി, ഫിസിയോളജി, ഇമ്മ്യൂണോളജി. ബയോകെമിസ്ട്രിയിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ലിപ്പിഡ്, എൻസൈം, വൈറ്റമിൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, ഇത്രയും ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. സിലബസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് മെയിൻ ഹെഡിങ്സ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സിൽ ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ് പഠിക്കണം. മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, അതേപോലെ പോളിസാക്കറൈഡ്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം വരുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലാണ് ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾ, ഗ്ലൂക്കോനിയോജനസിസ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ വരുന്നത്. ദെൻ പ്രോട്ടീൻസിൽ സ്ട്രക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. സ്ട്രക്ചറിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി സ്ട്രക്ചേഴ്സും പഠിക്കണം. ദെൻ അമിനോ ആസിഡ് മെറ്റബോളിസം അടുത്ത ടോപ്പിക്കാണ്. അമിനോ ആസിഡ് മെറ്റബോളിസത്തിൽ ബയോസിന്തസിസ് ആൻഡ് ഡീഗ്രഡേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ട്രാൻസമിനേഷൻ, ഡീകാർബോക്സിലേഷൻ, ഡീഅമിനേഷൻ. ലിപ്പിഡ്സിലും ക്ലാസിഫിക്കേഷൻ ആൻഡ് മെറ്റബോളിസം ഓഫ് ലിപ്പിഡ്സ് പഠിക്കണം. മെറ്റബോളിസം ഓഫ് ലിപ്പിഡ്സിൽ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്, ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്, ബയോസിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ തുടങ്ങിയ ടോപ്പിക്സ് ആണ് വരുന്നത്. ദെൻ എൻസൈമില് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. മൈക്കൽസ് മെന്റൻ തിയറി, ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എൻസൈം ആക്ഷൻ, ദെൻ എൻസൈം ഇൻഹിബിഷൻ, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ദെൻ വൈറ്റമിൻസില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈറ്റമിൻസ്, അതിന്റെ ക്ലാസിഫിക്കേഷനും ഫങ്ഷൻസും. ദെൻ ന്യൂക്ലിക് ആസിഡ് വരുന്നുണ്ട്. ന്യൂക്ലിക് ആസിഡിന്റെ സ്ട്രക്ചർ ആസ് വെൽ ആസ് ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസം. ഇതിലെ ന്യൂക്ലിക് ആസിഡ് ടോപ്പിക് ഒക്കെ ഓവർലാപ്പിംഗ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. മോളിക്കുലാർ ബയോളജിയിലൊക്കെ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട്. കുറെ ടോപ്പിക്സ് അങ്ങനെ വരുന്നുണ്ട്. ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസത്തിൽ ബയോസിന്തസിസ് ആൻഡ് ഡീഗ്രഡേഷൻ ഓഫ് പ്യൂറിൻ ആൻഡ് പിറമിഡിൻസ്.
The next topic, physiology and immunology. ഫിസിയോളജിയിൽ ഫസ്റ്റ് തന്നെ നോക്കാനുള്ളത് ന്യൂട്രീഷൻ ആണ്. ന്യൂട്രീഷനിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ റോൾ ഓഫ് ഹോർമോൺസ്, അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈംസ്, അതിന്റെ ഫങ്ഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ അതിന്റെ അനാറ്റമി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് റോൾ ഓഫ് സർഫക്റ്റന്റ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കുറച്ച് ടേംസും അതിന്റെ ഡെഫിനിഷൻസ് ആൻഡ് നോർമൽ വാല്യൂസ് പഠിക്കണം. ലൈക് ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, റെസ്യൂഡൽ വോളിയം തുടങ്ങിയ ടോപ്പിക്സ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ചർ ഓഫ് ഹാർട്ട്, കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്, കാർഡിയാക് സൈക്കിൾ വരും. ദെൻ ECG. അതേപോലെ തന്നെ എല്ലാം ഫിസിയോളജിയിൽ എവിടെ പഠിച്ചാലും നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസോർഡേഴ്സ് ഒക്കെ പഠിച്ച് വെക്കാനായിട്ടും ശ്രദ്ധിക്കാം. നെർവസ് സിസ്റ്റം ആണ് അടുത്ത വരുന്നത്. നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും ആദ്യം തന്നെ ബ്രെയിനിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം സിലബസിൽ അത് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. നെർവസ് സിസ്റ്റത്തിലെ അടുത്ത ടോപ്പിക് ബ്രെയിൻ അസോസിയേറ്റഡ് ഡിസോർഡേഴ്സ്, ഡിസീസസ് ഒക്കെ പഠിക്കുക. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, സ്പൈനൽ കോഡ്, അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കംസ് ദി മസിൽ ഫിസിയോളജി. മസിൽ ഫിസിയോളജിയും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതായിട്ടുള്ളത് ഫിസിയോളജി ഓഫ് മസിൽ കോൺട്രാക്ഷൻ ആണ്. അതേപോലെ തന്നെ മസിൽ പ്രോട്ടീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി. ഇത് രണ്ടും ഹോർമോൺ റിലേറ്റഡ് ചോദ്യമായിരിക്കും കൂടുതൽ വരുന്നത്. അതും അതിന്റെ ഡിസോർഡേഴ്സ് എല്ലാം പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. റീപ്രൊഡക്റ്റീവ് ഫിസിയോളജിയിലും ഹോർമോൺ റിലേറ്റഡ് ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. മെയിൻ ആയിട്ട് റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ഓഫ് മാമൽസ്, അതിന്റെ ഹോർമോണൽ കൺട്രോൾ ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ദെൻ കംസ് ദി സെൻസസ്. സെൻസസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കവിടെ വിഷൻ ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, ദെൻ ഇയറിന്റെ സ്ട്രക്ചർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ സെൻസസിൽ നോക്കേണ്ടതായിട്ടുണ്ട്. എൻവിയോൺമെന്റൽ ഫിസിയോളജിയിൽ തെർമോ റെഗുലേഷൻ, ദെൻ ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് മെക്കാനിസം, റോൾ ഓഫ് ഹൈപ്പോതലാമസ്, തൈറോയിഡ് ആൻഡ് അഡ്രിനൽ ഗ്ലാൻഡ്, അതെല്ലാമാണ് എൻവിയോൺമെന്റൽ ഫിസിയോളജിയിൽ വരുന്നത്. അടുത്ത ടോപ്പിക് ഇമ്മ്യൂണോളജി ആണ്. ഇമ്മ്യൂണോളജിയിൽ ഹെമാറ്റോപോയിസിസ് ആണ് ഇൻട്രൊഡക്ഷൻ ടോപ്പിക് ആയിട്ട് വരുന്നത്. ദെൻ സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. MHC, മോണോക്ലോണൽ ആന്റിബോഡീസ്, ഹൈബ്രിഡോമ ടെക്നോളജി വരുന്നുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻ, കോംപ്ലിമെന്റ് സിസ്റ്റം, ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ദെൻ വാക്സിൻ, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസസ്, ട്രാൻസ്പ്ലാന്റേഷൻ ഇമ്മ്യൂണോളജി, ഓട്ടോ ഇമ്മ്യൂണിറ്റി, ഇതൊക്കെയാണ് ഇമ്മ്യൂണോളജിയിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. നെക്സ്റ്റ് മൊഡ്യൂൾ സെൽ ബയോളജി, മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്. സെൽ ബയോളജിയിൽ ആദ്യമേ തന്നെ പഠിക്കേണ്ട ടോപ്പിക് ആണ് സെല്ലുലാർ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചർ പഠിക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ മോഡിഫിക്കേഷൻസ്, ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് തുടങ്ങിയ ടോപ്പിക്സ് എല്ലാം അതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് കംസ് ദ സെൽ ജംഗ്ഷൻ. സെൽ ജംഗ്ഷൻസിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡെസ്മോസോം, ടൈറ്റ് ജംഗ്ഷൻ, ഗ്യാപ് ജംഗ്ഷൻ, പ്ലാസ്മോഡെസ്മോറ്റ തുടങ്ങിയ ടോപ്പിക്സ് അതിൽ വരുന്നുണ്ട്. ദെൻ കംസ് ദ സെൽ ഓർഗനൽസ്. എല്ലാ സെൽ ഓർഗനൽസും നന്നായിട്ട് തന്നെ പഠിക്കണം. അതിൽ റൈബോസോം ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ സെൽ സിഗ്നലിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതാദ്യം പഠിക്കുക. ദെൻ മെസ്സഞ്ചേഴ്സ്, എക്സ്ട്രാ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിലബസിൽ തന്നിരിക്കുന്ന സെൽ സിഗ്നലിംഗ് എല്ലാം നന്നായിട്ട് പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് GPCR ആണ്, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ദെൻ DAG IP3 പാത്വേ ഉണ്ട്, JAK-STAT പാത്വേ ഉണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതെല്ലാം നോക്കണം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ഓർഗനൈസേഷൻ ഓഫ് ക്രോമോസോം ആൻഡ് ജീൻസ് ആണ്. ഓർഗനൈസേഷൻ ഓഫ് ക്രോമോസോം ആൻഡ് ജീൻസിൽ സ്ട്രക്ചർ ഓഫ് ക്രോമാറ്റിൻ ആൻഡ് ക്രോമോസോംസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോമോസോമൽ അബറേഷൻസ്, ദെൻ സ്ട്രക്ചറൽ ഓൾട്ടറേഷൻ ലൈക്ക് ഡിലീഷൻ, ഡ്യൂപ്ലിക്കേഷൻ, ട്രാൻസ്ലൊക്കേഷൻ, ഇൻവേർഷൻ തുടങ്ങിയ ടോപ്പിക്സ്. ദെൻ ഇൻഹെറിറ്റൻസ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ജീൻ, അതായത് എക്സ്ട്രാ ക്രോമോസോമൽ ഇൻഹെറിറ്റൻസും ആ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. അടുത്തത് സെൽ സൈക്കിൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മറ്റൊരു ടോപ്പിക് ആണ്. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്, കൺട്രോൾ ഓഫ് സെൽ സൈക്കിൾ, ചെക്ക് പോയിന്റ്സ് ഇൻ സെൽ സൈക്കിൾ ആൻഡ് കൺട്രോൾ ഓഫ് സെൽ ഡിവിഷൻ ആണ്. ആൻഡ് ഫൈനലി എപ്പോടോപ്സിസും അവിടെ പഠിക്കാനുണ്ട്. ദെൻ ക്യാൻസറിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് പഠിക്കണം. ടൈപ്സ് ഓഫ് ക്യാൻസർ, ജെനറ്റിക്സ് ഓഫ് ക്യാൻസർ, ട്യൂമർ സപ്രസർ ജീൻ,
ഓൺകോജീൻ, ഇമ്മ്യൂണോതെറാപ്പി ആൻഡ് ജീൻ തെറാപ്പി തുടങ്ങിയ ടോപ്പിക്സ് ആണ് ക്യാൻസറിൽ വരുന്നത്. ദെൻ മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജിയിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള 3 ടോപ്പിക്കാണ് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ഇത് മൂന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിന്റെ ഇനീസിയേഷൻ, ടെർമിനേഷൻ, എല്ലാ കാര്യങ്ങളും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ടുണ്ട്. ദെൻ കംസ് ജനറ്റിക് കോഡ്. ദെൻ ജീൻ റെഗുലേഷൻ വരുന്നുണ്ട്. ജീൻ റെഗുലേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീൻ റെഗുലേഷൻ അറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷണൽ ലെവല് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ ഫേജസ്, ലാക് ഓപ്രോൺ കോൺസെപ്റ്റ് വരുന്നുണ്ട്, അരാബിനോസ് വരുന്നുണ്ട്, ഗാലക്ടോസ് ഓപ്രോൺ ഒക്കെ ഈ ഒരു റെഗുലേഷൻ പാർട്ടിലാണ് വരുന്നത്. ട്രാൻസ്പോസോൺസ്, ദെൻ റീകോമ്പിനേഷൻ ആൻഡ് മൈക്രോബിയൽ ജെനറ്റിക്സ് ആണ് മോളിക്കുലാർ ബയോളജിയിൽ നെക്സ്റ്റ് വരുന്നത്. ദെൻ ബയോ ഇൻഫർമാറ്റിക്സ് ആണ് ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്. ബയോ ഇൻഫർമാറ്റിക്സിൽ പ്രൈമറി ഡാറ്റാബേസ്, സെക്കൻഡറി ഡാറ്റാബേസ്, കോമ്പോസിറ്റ് ഡാറ്റാബേസ്, ഇതിന്റെ എല്ലാ എക്സാമ്പിൾസ് പഠിക്കണം. ഡാറ്റാബേസ് സെർച്ച് എഞ്ചിൻ പഠിക്കണം, സീക്വൻസ് അലൈൻമെന്റ്, ദെൻ പ്രോട്ടിയോമിക്സ് ആൻഡ് ജീനോമിക്സ്. The next module, developmental biology and genetics. അതിൽ ഡെവലപ്മെന്റൽ ബയോളജിയുടെ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ കുറച്ചധികം പോർഷൻസ് വരുന്നുണ്ട്. എല്ലാം ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീനോമിക് ഇക്വിവാലൻസ്, സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനന്റ്, ജീനോമിക് ഇംപ്രിന്റിംഗ്. ദെൻ ഗാമറ്റോജെനസിസ് ഉണ്ട്, ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് സീ എർച്ചിൻ ആൻഡ് മാമൽ 2 ആനിമൽസും പഠിക്കേണ്ടതായിട്ടുണ്ട്. Then embryogenesis and organogenesis. Embryogenesis and organogenesis വളരെ വലിയൊരു ടോപ്പിക് ആണ്. അതിൽ നമുക്ക് പഠിക്കേണ്ടത് ആക്സിസ് ഫോർമേഷൻ ഇൻ ആംഫീബിയൻസ് ഉണ്ട്, anterior posterior patterning in Drosophila, dorsoventral patterning in Drosophila. അത്രയും ടോപ്പിക്സ് അതിൽ വരുന്നുണ്ട്. Then metamorphosis, regeneration, teratogenesis, cloning, ഇതെല്ലാം DB പഠിക്കാനുള്ളതാണ്. ഇത് കൂടാണ്ട് നമുക്ക് ഫേറ്റ് മാപ്പ് ഉണ്ട്, ദെൻ ക്ലീവേജ്, ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല തുടങ്ങിയ ടോപ്പിക്സും കൂടി ഇതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതാണ് ജെനറ്റിക്സ്. ജെനറ്റിക്സിൽ മെൻഡീലിയൻ പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് എക്സ്റ്റൻഷൻ, ദെൻ മോളിക്കുലാർ ഓർഗനൈസേഷൻ ഓഫ് ക്രോമോസോംസ്. ഇതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ സൈറ്റോളജിയിലൊക്കെ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. ദെൻ ജെനറ്റിക് ലിങ്കേജ് വരുന്നുണ്ട്, ക്രോമസോമൽ മാപ്പിംഗ്, 2 point and 3 point test cross, tetrad analysis, human genetics, epigenetics, quantitative and population genetics. ഇത്രയും കാര്യങ്ങളാണ് ജെനറ്റിക്സിൽ വരുന്നത്. The next module, ecology and biodiversity conservation. അതിൽ എക്കോസിസ്റ്റം ആണ് ആദ്യം വരുന്നത്, എക്കോസിസ്റ്റം ആൻഡ് എൻവയോൺമെന്റ്. അപ്പൊ അതിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നിഷെ എന്താന്നുള്ളത്. ദെൻ ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, എക്കോളജിക്കൽ പിറമിഡ്സ്, ലേബിക്സ് ലോ, ഷെൽഫോർഡ്സ് ലോ തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. ദെൻ പോപ്പുലേഷൻ എക്കോളജി. പോപ്പുലേഷൻ എക്കോളജിയിലാണ് ലൈഫ് ടേബിൾ, R&K സെലക്ഷൻ, സർവൈവർഷിപ്പ് കർവ് തുടങ്ങിയ ടോപ്പിക്സ് വരുന്നത്. ദെൻ കമ്മ്യൂണിറ്റി എക്കോളജി. കമ്മ്യൂണിറ്റി എക്കോളജിയിലാണ് എക്കോളജിക്കൽ സക്സഷൻ, എക്കോട്ടോൺ, എഡ്ജ് എഫക്ട് പോലെയുള്ള ടോപ്പിക്സ് അതിലാണ് വരുന്നത്. ദെൻ റിസോഴ്സ് എക്കോളജി വരുന്നുണ്ട്. റിസോഴ്സ് എക്കോളജിയിൽ നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് സോയിൽ, അക്വാട്ടിക് റിസോഴ്സ്, അതെല്ലാം റിസോഴ്സ് എക്കോളജിയിൽ കവർ ആവുന്നുണ്ട്. എക്കോസിസ്റ്റം മോണിറ്ററിംഗ്, അതിൽ വരുന്നതാണ് ഇപ്പൊ GIS, GPS പോലെയുള്ള ടോപ്പിക്സ്. ദെൻ അപ്ലൈഡ് എക്കോളജിയിൽ വരുന്നതാണ് പൊല്യൂഷൻ. പൊല്യൂഷൻ എന്ന പേര് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പൊല്യൂഷനിൽ അവിടെ ഉൾപ്പെടുന്നുണ്ട്. പൊല്യൂഷനും പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഏജൻസും, അതേപോലെ തന്നെ ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡെപ്ലീഷൻ തുടങ്ങിയ ടോപ്പിക്സ്, ആസിഡ് റെയിൻ പോലെയുള്ള ടോപ്പിക്സ് എല്ലാം ഇതിൽ കവേർഡ് ആവുന്നുണ്ട്. ദെൻ കംസ് ദി ടോക്സിക്കോളജി. ടോക്സിക്കോളജിയിൽ അവിടെ നമ്മൾ ഏതൊക്കെയാണ് ടോക്സിക്കൻസ് ആൻഡ് ഹെവി മെറ്റൽ ടോക്സിസിറ്റി, അതെല്ലാമാണ് ടോക്സിക്കോളജിയിൽ പഠിക്കേണ്ടത്. ആൻഡ് ഫൈനലി ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അവിടെ ബയോജിയോഗ്രഫി ആൻഡ് കൺസർവേഷൻ, ദെൻ എൻവയോൺമെന്റൽ കൺവെൻഷൻസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻവയോൺമെന്റൽ ലോസ്, ഇന്റർ ഗവൺമെന്റൽ ആൻഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഇൻ കൺസർവേഷൻസ്. The next module, microbiology and biotechnology. മൈക്രോബയോളജിയിൽ ഏറ്റവും ആദ്യം തന്നെ പഠിക്കേണ്ടത് ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ പഠിക്കണം. എസ്പെഷ്യലി ബാക്ടീരിയൽ സെൽ വാൾ, പെപ്റ്റിഡോഗ്ലൈക്കൻ സ്ട്രക്ചർ, ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് സെൽ വാൾ, അതിന്റെ മെക്കാനിസം ഓഫ് ഗ്രാം സ്റ്റെയിനിങ് തുടങ്ങിയ ടോപ്പിക്സ് എല്ലാം ഇതിൽ വരും. ദെൻ മൈക്രോബിയൽ ന്യൂട്രീഷൻ, മൈക്രോബിയൽ ഗ്രോത്ത്. ഇപ്പൊ ബാക്ടീരിയ മാത്രമല്ല വൈറസിന്റെയും സ്ട്രക്ചർ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ മൈക്രോബിയൽ ഡിസീസ്,
അത് ബാക്ടീരിയൽ ഡിസീസ് ആവാം, വൈറൽ ഡിസീസ് ആവാം, ഫംഗൽ ഡിസീസ് ആവാം. എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കുക. അതിന്റെ കോസേറ്റീവ് ഏജന്റ് ഏതാന്നുള്ളതും പഠിക്കണം. ദെൻ ഫെർമെന്റേഷൻ ആണ് അടുത്ത ടോപ്പിക്. ആൻഡ് ഫൈനലി എൻവയോൺമെന്റൽ മൈക്രോബയോളജി. ദെൻ കംസ് ദി ബയോടെക്നോളജി. ബയോടെക്നോളജിയിലും സിലബസിൽ വളരെ ഒത്തിരി ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് നോക്കാം. ബയോടെക്നോളജിയിൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഇൻ റീകോമ്പിനന്റ് DNA ടെക്നോളജി വരുന്നുണ്ട്. അപ്പൊ DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന എല്ലാ ടൂൾസും അവിടെ പഠിക്കണം. എസ്പെഷ്യലി ദ റെസ്ട്രിക്ഷൻ എൻസൈംസ് പോലെയുള്ള എൻസൈംസ്. ദെൻ മോളിക്കുലാർ മാർക്കേഴ്സ് ലൈക്ക് VNTR, RAPD, RFLP തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെയാണ് മോളിക്കുലാർ മാർക്കേഴ്സിൽ വരുന്നത്. DNA സീക്വൻസിങ് മെത്തേഡ്, DNA ഫിംഗർ പ്രിന്റിംഗ്, അതേപോലെ തന്നെ PCR ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് PCR, ജീനോമിക് ലൈബ്രറി, cDNA ലൈബ്രറി, ദെൻ ബ്ലോട്ടിംഗ് ടെക്നിക്സ് ലൈക്ക് സതേൺ ബ്ലോട്ടിംഗ്, നോർത്തേൺ ബ്ലോട്ടിംഗ്, ടിഷ്യൂ എഞ്ചിനീയറിംഗ്. ദെൻ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് ആണ് ഇൻ ഹെൽത്ത് കെയർ, ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ. ആൻഡ് ഫൈനലി എൻവയോൺമെന്റൽ ബയോടെക്നോളജി. അടുത്ത മൊഡ്യൂള് എക്കണോമിക്സ്, സുവോളജി, എൻഡമോളജി, ഫിഷറീസ്, വൈൽഡ് ലൈഫ് ബയോളജി ആൻഡ് ഹ്യൂമൻ ജെനറ്റിക്സ്. അതിൽ ഇൻസെക്ട് പെസ്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്സ് പഠിക്കുമ്പോൾ വിത്ത് സയന്റിഫിക് നെയിം തന്നെ പഠിക്കണം. കൺട്രോൾ മെഷേഴ്സ്, എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്, അക്വാകൾച്ചർ പ്രാക്ടീസസ്, കൾച്ചർ ഫിഷസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിഷസ്, ഓർണമെന്റൽ ഫിഷസ്, chromosomal anomalies in human, inborn errors in metabolism, molecular diagnosis techniques, classification of mammals and endemic Indian birds. And the last module, recent development in zoology. സുവോളജിയിലുള്ള പ്രധാനപ്പെട്ട ഇൻവെൻഷൻസ് ഒക്കെ ആയിരിക്കും, റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. റീസെന്റ് ഇൻവെൻഷൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. ടോസ് അക്കാഡമിയിൽ സയന്റിഫിക് ഓഫീസർ ബയോളജിയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബയോളജിയുടെ മാത്രമല്ല ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ഡോക്യുമെന്റ് കോച്ചിങ്ങും അവൈലബിൾ ആണ്. ഓൺലൈൻ കോച്ചിങ് ആണ്. റെക്കോർഡഡ് ക്ലാസ്സുകളാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അത് മാത്രമല്ല വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും അവൈലബിൾ ആയിരിക്കും. സോ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.